നേരത്തെ അഡ്വക്കേറ്റ് അരുൺകുമാർ ചോദിക്കുകയാണ്, എത്ര ആളുകളെ എണ്ണി പേരെടുത്ത് പറയുന്നുണ്ടായിരുന്നു, വിയ്യൂർ ജയിലിൽ നിന്ന് പുറത്തു വന്ന ആളുകളെ, കണ്ണൂർ ജയിലിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന ആളുകളെ, അങ്ങനെ നിരന്തരം നമ്മുടെ ജയിലിൽ നിന്ന് നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ എല്ലാ നിയമ കാര്യങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് പുറത്തു വരുന്ന ആളുകൾ നിരവധിയാണ്. ഷെറിൻ പുറത്തു വരുമ്പോഴുണ്ടാകുന്ന മാധ്യമ ശ്രദ്ധ, ഷെറിൻ പുറത്തു വരുമ്പോഴുണ്ടാകുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ എന്ന് പറയുന്നത് നിരന്തരമായി ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് മാത്രമാണ് സർക്കാർ അല്ലെങ്കിൽ സർക്കാർ നയിക്കുന്ന പാർട്ടി നിലവിൽ കാണുന്നത്. അതിനപ്പുറത്ത് കെ ബി ഗണേഷ് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് പാർട്ടി മറുപടി പറയാൻ തയ്യാറുമല്ല. നോക്കൂ, ഏതായാലും ഒരു നല്ല കാര്യമുണ്ട്. CPM-നെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ പോലും പിന്നെ കെ ബി ഗണേഷ് കുമാറിനെ യോജിച്ചുകൊണ്ട് കെ ബി ഗണേഷ് കുമാറിന് അനുകൂലമായ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഈ കാതലായ വിഷയത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? ഇവിടെ കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി ഉണ്ടാകട്ടെ, ട്രാൻസ്പെറൻ്റ് ആകട്ടെ, ഈ സിസ്റ്റം ട്രാൻസ്പെറൻ്റ് ആകട്ടെ. ഒരു കാര്യം ചെയ്യട്ടെ, സർക്കാർ ഇത് പ്രസിദ്ധപ്പെടുത്തട്ടെ. എത്ര പേർ ജയിലിലുണ്ട്, ഇവരുടെ ശിക്ഷാ കാലയളവ് എന്ന് മുതൽ എന്നുവരെയാണ്, അതിനകത്ത് എത്ര പേരുടെ അവരുടെ പിന്നെ റെമിഷൻ പെറ്റീഷൻ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ, കിട്ടിയെങ്കിൽ ജയിൽ അഡ്വൈസറി ബോർഡ് എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് പ്രസിദ്ധപ്പെടുത്തട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ കിടക്കുന്നവരെ സംബന്ധിച്ച് ജയിൽ അഡ്വൈസറി റിപ്പോർട്ട് കൊടുത്തതിൻ്റെ ബേസിസിൽ നടപടി എടുക്കാത്തവരെ സംബന്ധിച്ച് ഒരു ബ്ലൂ പ്രിൻ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ ഡീറ്റെയിൽസ് പുറത്തുവിടട്ടെ, സർക്കാർ പുറത്തുവിട്ടെ, നമുക്ക് ബോധ്യപ്പെടും ഓരോരോ കാര്യങ്ങളും. അപ്പോൾ സർക്കാർ ഗവർണർക്ക് കൊടുത്ത നിവേദനത്തിൽ പറയുന്നത് 500 ദിവസത്തിലധികം അനധികൃതമായി പരോൾ നേടിയിട്ടുണ്ട് ഷെറിൻ എന്നുള്ളതാണ്. നേരത്തെ ശ്രീ അരുൺകുമാർ എണ്ണി പറയുന്നുണ്ടായിരുന്നു, അവർ ജയിൽവാസം അനുഭവിച്ച കാലം വെച്ച് നോക്കുകയാണെങ്കിൽ 700 ദിവസത്തിന് മുകളിൽ പരോളിന് അവർക്ക് അവകാശമുണ്ട്. അതിൽ 500 ദിവസം മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അനധികൃതമായ പരോൾ കിട്ടിയെന്നടക്കമുള്ള ആരോപണം ഉന്നയിക്കുന്നത് വസ്തുതാവിരുദ്ധമല്ലേ എന്ന്? അതൊക്കെ അടിസ്ഥാനപരമായി തെറ്റാണ്. അവർ ഭൂരിപക്ഷ സമയവും പുറത്തു തന്നെയാണ്. അവരെ സംബന്ധിച്ച് എത്ര തവണ നിയമപരമായി പരോൾ ലഭിച്ചിട്ടുണ്ട്, എത്ര തവണ എമർജൻസി പരോൾ ലഭിച്ചിട്ടുണ്ട്, അത് എത്ര ദിവസമുണ്ട്, സർക്കാർ പ്രസിദ്ധപ്പെടുത്തണമെന്നേ, സർക്കാർ പറയട്ടെ. എന്തേ ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടായിട്ട് ഇതിന്മേലൊരു തീരുമാനം അല്ലെങ്കിൽ ഇതിന്മേലൊരു വിശദീകരണം വരുന്നില്ല? വരണ്ടേ? പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഒരു കൊലയാളി, ഞാനിപ്പോൾ പറഞ്ഞെന്താ, ഗണേഷ് കുമാറിന്റെ ഓഫീസുമായി ഈ സ്ത്രീക്കുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഒരു മന്ത്രിയും ഈ രാജ്യത്ത് പരമോന്നത കോടതി പോലും ശിക്ഷിച്ച ഒരു കൊലയാളിയും തമ്മിൽ എന്ത് ബന്ധമാണ് ഞങ്ങൾക്കറിയണ്ടേ? പൊതുസമൂഹത്തിന് അറിയണ്ടേ? അത് പറയണ്ടേ? അത് പറയാനുള്ള ബാധ്യത സർക്കാരിനില്ലേ? അവിടെയാണ് പ്രശ്നം. അതിനെക്കുറിച്ച് പറയുന്നേ മന്ത്രി എന്താ വാ തുറക്കാത്തത്? അവിടെയാണ് പ്രശ്നം. ഈ സ്വാധീനമുള്ളവർക്ക് 14 വർഷം കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ നിങ്ങളുടെ ജീവപര്യന്തമാണെങ്കിലും നിങ്ങളെ വിടും എന്നാണ് സർക്കാരിൻ്റെ നയമെങ്കിൽ അത് പറയും. അതല്ല 25 സ്വാധീനമില്ലാത്തവർക്ക് 25 വർഷം കഴിഞ്ഞാലും വിടില്ല എന്നാണെങ്കിൽ അത് പറയും. ഇതിനകത്തൊരു വ്യവസ്ഥ ഉണ്ടാകണ്ടേ? അപ്പോൾ അവിടെയാണ് പ്രശ്നം. ഇതിനെ സംബന്ധിച്ച് കൃത്യത ഉണ്ടാകണം, സുതാര്യത ഉണ്ടാകണം. ഈ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നോക്കൂ, താങ്കൾ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരെ ജയിൽ മാറ്റവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെ സംബന്ധിച്ച്. ആ വിവാദങ്ങളൊന്നും വിവാദങ്ങളെ ആയിരുന്നില്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് CPM-ന്റെ പ്രതിനിധി തന്നെ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി അഥവാ കോംപ്രമൈസ് ചെയ്തു എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ. അത് എങ്ങനെ തീർത്തു, ആര് തീർത്തു, എപ്പോഴാണ് സംഭവിച്ചത്? അപ്പോൾ അത്തരം ഒരുപാട് ദുരൂഹതകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതിനകത്ത് സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിരവധി ആളുകൾ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 25 വർഷം കഴിഞ്ഞവരും പ്രായമായവരും പ്രായാധിക്യമുള്ളവരും രോഗികളുമായിട്ടുള്ളവരെ പോലും റെമിഷന് വേണ്ടി അഡ്വൈസറി കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തതിനു ശേഷം പോലും അത് നടക്കാത്തത്. ശരി, അടുത്ത അരുൺകുമാർ, 2 മിനിറ്റാണ് എന്റെ കയ്യിലുള്ളത്. ക്യാബിനറ്റ് എടുത്തൊരു തീരുമാനത്തിനെതിരെ സ്വാഭാവികമായ ഒരു അവിശ്വാസം ഉണ്ടാവുക അല്ലെങ്കിൽ ആരോപണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന് കൃത്യത വരുത്താൻ, അത് സുതാര്യമാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം സർക്കാരിൽ നിക്ഷിപ്തമാണ് എന്നാണ് ജനാധിപത്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുക. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഉടനടി ഉണ്ടാകുമോ അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം? ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധത ചൂണ്ടിക്കാണിച്ചിട്ടില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചൂണ്ടിക്കാണിച്ചിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റ് ധൃതി പിടിച്ച് തീരുമാനമെടുത്തു എന്നും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ആകാശത്തേക്ക് ഉണ്ടയില്ല വെടിവെക്കുന്നത് പോലെ നിരവധി ആരോപണങ്ങൾ നിരവധി തവണ പണ്ട് ഉന്നയിച്ചതുപോലെ തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉന്നയിക്കുന്നതിന്റെ ഒന്നും മെറിറ്റ് അദ്ദേഹം പറയുന്നില്ല. മറുപടി വന്നോട്ടെ എന്നതാണ്. ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കാൻ അതിന്റെ പുറകെ പോകാൻ ഞങ്ങൾക്ക് സമയമില്ല. വ്യക്തി താല്പര്യമുണ്ട്, മന്ത്രിസഭയിലെ ഉന്നതന് അതിൽ വ്യക്തി താല്പര്യമുണ്ട് എന്ന ആരോപണം ഉണ്ടാവുകയാണ്. മറുപടി പറയണ്ടേ? അല്ല, അതൊക്കെ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ. മന്ത്രിസഭയുടെ മുന്നിൽ ജയിൽ ഉപദേശക സമിതിയുടെ ഒരു തീരുമാനം വരുന്നു, 5.5 മാസങ്ങൾക്ക് ശേഷം അത് പരിഗണിക്കുന്നു. അതേപോലെ അതിന് മുൻപും പിൻപും മന്ത്രിസഭ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. ചില ആളുകളുടെ അനുവദിക്കുന്നു,
നിരസിക്കുന്നത് കൃത്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമം, ബലാത്സംഗം, പോസ്കോ കൃത്യമായിട്ടുള്ള നിയമപരമായി എടുത്ത പോളിസി ഡിസിഷന്റെ ഭാഗമായി ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതിൽ ഏതെങ്കിലും വിവേചനമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ, തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ, നിയമവിരുദ്ധതയുടെ ചൂണ്ടിക്കാണിക്കട്ടെ. അതെ, ഞാൻ ചോദിക്കുന്നത് ആരോപണമാണ് എങ്കിൽ പോലും അത് വ്യാജ ആരോപണമാണ് എന്ന് വ്യക്തത വരുത്തുന്നതിൽ പിഴവുണ്ടോ? അല്ല, നിങ്ങളിപ്പോ CPM-ന്റെ പ്രതിനിധിയെയല്ലേ വിളിച്ചിരിക്കുന്നത്? CPM-ന്റെ പ്രതിനിധിയെ വിളിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാനല്ലേ? ഇത് മുഴുവൻ വ്യാജ ആരോപണമാണെന്നും മെറിറ്റിന്റെ ഒരു കണിക പോലും ഇല്ലെന്നും ഒരു കഴമ്പുമില്ലെന്നും ഇത് സ്ഥിരമായി ചില ആളുകൾ ചില ആൾക്കെതിരെ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണം മാത്രമാണെന്നും ബലൂൺ പൊട്ടുന്നത് പോലെ, കുമിള പൊട്ടുന്നത് പോലെ ഇത് പൊട്ടിപ്പോകുമെന്നും അസന്നിഗ്ധമായി ആധികാരികമായിട്ട് ഞാൻ പറയുന്നു. ഏതെങ്കിലും ഒരു കണിക കാണിക്കണ്ടേ, ഒരു പോയിന്റ് കാണിക്കണ്ടേ? ഞാൻ പറയുന്ന ആരോപണം ഇന്നതാണ്, ഇന്ന രേഖ കാണിക്കണ്ടേ? ആ ശങ്കരാടിയുടെ രേഖയെങ്കിലും ഒന്നും എടുത്ത് കാണിക്കണ്ടേ? ഒരു രേഖയില്ലല്ലോ. കുറെ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞു കെ.ബി. ഗണേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെ വ്യക്തിപരമായ ആരോപണം അടക്കം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം നല്ല വ്യക്തതയോടെ കൃത്യമായിട്ടുള്ള പോയിന്റ് ആണ് ചൂണ്ടിക്കാണിച്ചത്. ഇതിനൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. ഓരോ തീരുമാനം എടുത്ത ദിവസം, ടൈം എല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സർക്കാരിനെ ദുഷിക്കുന്നെങ്കിൽ എന്റെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ താങ്കൾ ഒരു കേസെടുക്ക്. താങ്കൾ സർക്കാരിനോട് പറയാൻ പിടിച്ച് ജയിലിടാൻ. ഇല്ല, ഒന്നുമില്ല. ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഏത് ചോദ്യത്തിനാണ് അങ്ങക്ക് ക്ലാരിറ്റി വേണ്ടത്, ക്ലാരിഫിക്കേഷൻ വേണ്ടത്? അങ്ങ് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. പോയിരിക്കുകയാണ്. ക്യാബിനറ്റിലടക്കം സ്വാധീനം ചെലുത്തിക്കൊണ്ടാണ് കാർന്നവർ വധക്കേസിലെ പ്രതി പുറത്തേക്ക് വരുന്നത് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. നിരന്തര ആരോപണങ്ങളുടെ തുടർച്ചയായതിനാൽ മറുപടി പറയേണ്ടതില്ല എന്ന നിലപാടാണ് സർക്കാരിന്